അപ്പോൾ നമ്മുടെ ചേമ്പൻ താള് വെച്ചിട്ട് തീയലും റെഡി ആയിട്ടുണ്ട്, തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പം പോയി നമുക്കിതാക്കാം. നല്ല സൂപ്പർ കറികളാണ്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം കറി വയ്ക്കാൻ ഒന്നുമില്ല എന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതായ എന്തും നമുക്ക് കറി വയ്ക്കാവുന്നേ ഉള്ളൂ അല്ലേ. ഇപ്പം തണ്ടായാലും ഇലയായാലും അപ്പം നമുക്ക് കറിയായിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കാം. ഇന്ന് ഞാൻ 2 കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ താരം ചേമ്പ് തന്നെയാണ്. ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി തോരനും വയ്ക്കുന്നുണ്ട്. ആ തണ്ട് വെച്ചിട്ട് നമ്മളൊരു നല്ല സൂപ്പർ തീയലുമാണ് വെക്കാൻ പോകുന്നത്. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചേമ്പ് നമുക്ക് കളച്ചുകൊണ്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പറമ്പിലോട്ട് പോകാം. അപ്പം നിങ്ങൾക്ക് ഈ കൃഷികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ വിത്തുകളോ ഗ്രോ ബാഗുകളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ നല്ല ഇനം വിത്തുകളും അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള ഗ്രോ ബാഗുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഈ സാധനമൊക്കെ നിങ്ങളുടെ വീട്ടുപടിക്കൽ തന്നെ യഥാസമയം എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചേമ്പ് കളയ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ അതിനകത്ത് നമ്മളെടുത്ത ചട്ടിക്കകത്ത് അവൻ കയറിയിരുന്നു. അപ്പോൾ അതുപോലെ അങ്ങ് പൊക്കി എടുത്തതാണ് ഞാൻ. പോയാലോ ബ്രഹ്മണി? താഴ്ത്തിറക്കട്ടെ. എന്തുവാ എന്തുവാന്നിത്? താഴെ ഇറങ്ങും. അപ്പോൾ ഇന്ന് ചേമ്പ് നമ്മൾ വിളവെടുക്കാൻ പോവുകയാണ്. ചേമ്പിൻ്റെ വിളവെടുപ്പൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എടുക്കുന്നതെന്ന് വെച്ചാൽ ചേമ്പൻ തണ്ട് വെച്ചിട്ട് നല്ലൊരു അടിപൊളി തോരനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് 2 തണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരുപാട് മൂത്തതല്ല എടുക്കുന്നത്, ഈ ഇളയതാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പം 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തോരൻ വയ്ക്കാം. അപ്പം നമുക്കിതിൻ്റെ ബാക്കിയുള്ളതൊക്കെ അങ്ങ് മുറിച്ച് കളയാം കേട്ടോ. അപ്പം ഞാൻ ഈ മുറിച്ച് കളയുന്നത് സങ്കടം വരുന്നവരൊക്കെ അങ്ങ് എടുത്തോണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പറയുന്നുണ്ട് ഈ താള് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കറിയാക്കിയേനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ കുറേ ചേമ്പോ തണ്ടോ ഒക്കെ കൊണ്ടുപോകാമായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ചെവിടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടേ മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ചേമ്പെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം എബിന് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എബിന് ചേമ്പൻ ചിപ്സ് ഒന്നും കിട്ടിയില്ല. അപ്പം കുറച്ച് നമുക്ക് ചിപ്സും ഉണ്ടാക്കണം. മഴയൊക്കെ മാറിയപ്പോഴത്തേക്ക് മണ്ണൊക്കെ തറഞ്ഞു കേട്ടോ. 4 വശം നമ്മളൊന്ന് മണ്ണൊക്കെ മാറ്റി കൊടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് മാറ്റാം. ഇതെല്ലാം ഇങ്ങോട്ടൊന്ന് വലിച്ച് മാറ്റിയിട്ട് നമുക്ക് വിത്തുകളൊക്കെ പറക്കിയെടുക്കാം. ഇത് ചേമ്പും കുണ്ടെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. ചേമ്പും കുണ്ടെന്നോ ചേമ്പും വിത്തെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുണ്ടോയെന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്കിതിനകത്ത് നിന്ന് ഉള്ളതൊക്കെ പറക്കിയെടുക്കാം. കൂടുതലുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ. ഓ, ആളെത്തിയിട്ടുണ്ട്. മാറിക്കേ, ഇങ്ങോട്ട് മാറിക്കേ. മാറിക്കേടാ, എന്നെ അടിക്കൊക്കെ ഇരിക്കുക. നീ ഇങ്ങോട്ട് മാറ് മക്കളെ കേട്ടോ. മാറിറക്കാ. ഷേട്ടോ, അവനെന്തോ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുക. മാറിക്കേ. വേണ്ട, ചേമ്പിരിക്കുന്നുണ്ടോ? എടുത്തേ ഇതാണ്ടേ. മാറ്. നീ മാറടാ. നീ ഒന്ന് മാറു വച്ചേ, കുന്താലിയുടെ വെട്ടുകൊള്ളാതെ. ഇരിപ്പായി. അടി വേണോ? അടി. ആ, പറഞ്ഞ അനുസരണല്ലേ. മാറെന്ന് പറഞ്ഞിട്ട് ആഴത്തിലൊക്കെയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, കണ്ടാ വിചാരിക്കുന്നുണ്ട്. ഞാൻ കിളക്കട്ടെ. അപ്പോൾ നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം കിളച്ചപ്പോൾ ഇത്രയൊക്കെ മതി. നമുക്കിനി ഇത് കൊണ്ടുപോയി ഓരോന്ന് ചെയ്യാം. ഇതിനകത്തും 2 വിത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അതെടുക്കാം.
ഓ, ഒരെണ്ണത്തിൽ നിന്നൊക്കെ ഇത്രയൊക്കെ കിട്ടിയാൽ മതി. അപ്പോൾ ഈ സാധനം നമുക്ക് ഈ കുഴിക്കകത്തോട്ട് തന്നെ അങ്ങ് ആക്കി വെച്ചിട്ട് മണ്ണ് നീക്കി ഇട്ട് കൊടുക്കാം. മണ്ണൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വൃശ്ചികമായതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് എപ്പോഴും നല്ല പാട്ടൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റും, കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ. നമുക്കത് അവിടെ കിടന്നിട്ട് അടുത്ത കൃഷിയുടെ സമയമാകുമ്പോൾ അതെടുത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നടണം. അപ്പോൾ ഇത് വെച്ചാണ് ഇന്നത്തെ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതും കൂടെ നമുക്ക് വീട്ടിലോട്ട് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പം കഴിഞ്ഞ നമ്മൾ 1-2 വീഡിയോയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ചേമ്പ് വെച്ചിട്ട് നമ്മൾ അടിപൊളി ചിപ്സ് ഉണ്ടാക്കിയായിരുന്നു അല്ലേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിനനുസരിച്ച് ചേമ്പൻ ചിപ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, എപ്പം വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് എളുപ്പം പോയി നമുക്കിതാക്കാം. നല്ല സൂപ്പർ കറികളാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് തുടങ്ങാം കേട്ടോ. ബാ, ബ്രൗണിയും വാടാ. ബ്രൗണിയാ മുമ്പേ പോകുന്നത് എല്ലാത്തിനും. എന്തോ എവിടെ കഴിഞ്ഞ് പോരെ, ബാ ബ്രൗണി വാ. അപ്പോൾ നമ്മൾ തീയൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചെമ്പൻ തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഒരു ചെറിയ ചേമ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട്, 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ഇടുന്നത് ചേമ്പൻ താള്, അതായത് ചേമ്പിൻ്റെ തണ്ട്. അപ്പോൾ ചേമ്പിൻ്റെ തണ്ട് നമ്മൾ എടുക്കുമ്പോൾ ചേമ്പിൻ്റെ തണ്ടിൻ്റെ ഈ തൊലി ഭാഗം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ അങ്ങ് കളയണം. കണ്ടില്ലേ, നല്ലതുപോലെ അങ്ങ് ഉരിഞ്ഞ് കളയണം. എന്നിട്ട് ഉരിഞ്ഞ് കളഞ്ഞ് നമുക്ക് അരിഞ്ഞു കൊണ്ടുവരാം. അപ്പോൾ നമ്മളാണ്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു ഇരിയുമ്പോൾ അതിൻ്റെ തോലെല്ലാം അഞ്ഞു പോരും. അടുത്തതായിട്ട് ഇനി നമുക്ക് തീയലുണ്ടാക്കാനായിട്ട് തേങ്ങ വറുത്തതാണ് ആവശ്യം. അപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണിത് കേട്ടോ. അപ്പം നമ്മൾ ഇത് കുറച്ച് എടുക്കുകയാണ്, ഒരു കട്ടൂരിയായിട്ട് എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ്ട് ഒരു ഐസ്ക്രീം ബൗളിന് 1 ബൗൾ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വറക്കുമ്പോൾ 1 മുറി തേങ്ങ എടുത്തിട്ട്, നല്ലൊരു മുറി തേങ്ങ എടുത്തിട്ട് വറക്കാനായിട്ട് ശ്രമിക്കുക. അതിനകത്ത് 2 വെളുത്തുള്ളി അല്ലിയും, ഒരു 1/2 സ്പൂൺ കുരുമുളക്, ഒരു 3-4 ചെറിയ ഉള്ളി, കറിവേപ്പില എല്ലാം കൂടിയിട്ട് വറുത്ത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആയതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലിയൊക്കെ ചേർത്ത് പൊടിച്ചതായതുകൊണ്ട് എരിവ് കുറവാണ്. ഇപ്പം 3 മുളകും കൂടെ ചേർന്നാണിത് പൊടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിനകത്തോട്ട് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെയും പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് തണുക്കുമ്പോൾ നമുക്ക് മിക്സിക്കകത്തോട്ട് അരച്ചുകൊണ്ട് വരാം. ഒരു സ്വല്പം പുളിയും കൂടെ അതിനകത്തോട്ട് അരയ്ക്കണം. ഇപ്പം ചേമ്പൻ തണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ അരിയുമല്ലോ, അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നടുക്കൂടെ ഒന്ന് പ്ലസ് ആയിട്ടൊന്ന് മുറിച്ചിട്ട് നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. കണ്ടോ, ഇതേ വലുപ്പത്തിൽ. നമുക്കതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സവാളയും ചെറിയ ഉള്ളിയും കൂടെ അതിനകത്തോട്ടിട്ട് വഴറ്റാം. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തടുത്ത കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേമ്പ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് എടുത്താൽ മതി കേട്ടോ, ഇതൊക്കെ ഒരുപാട് എടുക്കുമ്പോഴത്തേക്ക് അരിയുമ്പോൾ കുറേ കാണും. കുറച്ച് മഞ്ഞൾപ്പൊടി, കഷ്ണങ്ങൾക്കൊക്കെ ഒരു മഞ്ഞ കളർ വരാനായിട്ട് ഇട്ട് കൊടുക്കാം. എപ്പോഴും തീയൽ വെക്കുമ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴറ്റിയിട്ട് വെച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിനകത്തോട്ട് നമുക്കൊരു തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അവസാനം നമ്മുടെ ചേമ്പൻ തണ്ടും കൂടെ അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് നമുക്കൊരു സ്വല്പം ഉപ്പ് അതിനകത്തോട്ട് ഇടാം. ഇതവിടെ കിടക്കട്ടെ. ഇപ്പം കഷ്ണങ്ങളൊക്കെ വാടുന്ന സമയം കൊണ്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം. അപ്പം ആദ്യം വെള്ളം ഒഴിക്കാതെ നമ്മളൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പം അതിനകത്ത് ഒരു കുഞ്ഞ് നെല്ലിക്ക പരുവത്തിനുള്ള പുളിയും കൂടെ അതിനകത്തോട്ട് ചേർക്കും.
ഒരു തക്കാളി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സ്വല്പം പുളിയും കൂടെ അതിനകത്തോട്ട് ചേർക്കാം. നമുക്ക് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല വെണ്ണ മാതിരി അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും എല്ലാം നോക്കി കറക്റ്റാക്കി നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് രണ്ട് വെള്ളമൊക്കെ ചേർത്തുകൊണ്ട് ഒരുപാട് വെള്ളം കുരു ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ചേമ്പിൻ്റെ തണ്ടെന്ന് പറയുന്നത് വെള്ളം മയം ഉള്ളതാണല്ലോ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നാലും നമുക്ക് അത്യാവശ്യം നമുക്ക് കറിക്കകത്തൊക്കെ ഒഴിക്കാനുള്ള പരുവത്തിന് നമ്മൾ ഒഴിക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് തിളപ്പിക്കുക. തീ ഒന്ന് കൂട്ടി വെക്കുക. തിളയ്ക്കുമ്പം തീ ഒന്ന് സിമ്മിലോട്ട് ഇട്ടേക്കാം. അതിന് തിളയ്ക്കട്ടെ. എന്തായാലും ഇനി ഇതിരുന്ന് ഇവിടെ തിളയ്ക്കട്ടെ. നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് തോരൻ്റെ പരിപാടി നോക്കാം. അതിന് അരിഞ്ഞ് വയ്ക്കണം. പിന്നെ തേങ്ങയൊക്കെ തിരുകണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ അതിൻ്റെ പച്ചത്തോലൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തോരൻ വയ്ക്കാനായിട്ട് നമ്മൾ അരിയുന്നത് ഇങ്ങനെ അങ്ങോട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊരു 3-4 കൊത്ത് ഇങ്ങനെ കൊത്തിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ അങ്ങോട്ട് അരിയണം. അതരിഞ്ഞ് തീരുമ്പം വീണ്ടും ഇതേപോലെ കൊത്തിയിട്ട് അരിഞ്ഞെടുക്കാം. തീയലിന് നമ്മളെടുത്തത് ഇങ്ങനെ അങ്ങോട്ട് കൊത്തിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞ് 4 കഷ്ണം ഒരു ഏകദേശ വലിപ്പത്തിൽ ഇങ്ങനെയായിരുന്നു നമ്മൾ അരിഞ്ഞെടുത്തത്. ഇതെല്ലാം ഇനി അരിഞ്ഞിട്ട് നമുക്ക് കഴുകി പിഴിഞ്ഞെടുക്കണം. വെള്ളം ഒട്ടും ഇരിക്കാത്ത രീതിയിൽ നമ്മൾ കഴുകി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ തീയൽ നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല പരുവായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിയും പുളിയും ഉപ്പുമൊക്കെ നമ്മൾ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പം ചേർക്കാവുന്ന സമയമാണ്. ഒന്നുകൂടെ ഒന്നായിക്കോട്ടെ. അപ്പം നമ്മുടെ തീയൽ നല്ലതുപോലെ തിളച്ച് പറ്റി ഇങ്ങനെ നല്ലൊരു പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. റെഡിയായി. അപ്പോൾ ഇത് നേരത്തെ ഒരു പ്രാവശ്യം ഈ 2 കറിയും വെച്ച് അതിൻ്റെ ടേസ്റ്റ് നല്ല ആയതുകൊണ്ടാണ് നിങ്ങൾക്കൂടെ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തീരെ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് തോരനുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ലൊരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് തേങ്ങയൊക്കെ ഇട്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പം ഒരു 5-6 പച്ചമുളക് കാന്താരി ഇട്ടിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഒരു നിറത്തിന് വേണ്ടി സ്വല്പം മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കറക്കി കൊണ്ടുവരാമേ. അപ്പം നമ്മൾ തേങ്ങ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരനുണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ചേമ്പൻ തണ്ടിൻ്റെ കൂടെ ഇടാനായിട്ട് ഞാൻ കുറച്ച് ചെറുപയറും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ചെറുപയറോ വൻപയറോ അല്ലെങ്കിൽ കടലപ്പരിപ്പോ ഏതെങ്കിലും പരിപ്പുകളോ ഇട്ട് നമുക്ക് ഇതേപോലെ തോരൻ വയ്ക്കാവുന്നതാണ്. അപ്പം നമ്മൾ തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് അരിഞ്ഞ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതായ ചേമ്പൻ താളും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെന്തളിഞ്ഞു പോകരുതേ പയറൊന്ന് അതുകൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതായ അരപ്പും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൂട്ടി വയ്ക്കണം. അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. ഈ ചേമ്പിൻ തണ്ടിൻ്റെ വെള്ളം കൊണ്ട് മാത്രം തന്നെ ഇത് വെന്തോളും. ഇപ്പം കാരണം പയറൊക്കെ നല്ലതുപോലെ വെന്തയാണല്ലോ. പിന്നെ ഒന്ന് ഇതായാൽ മാത്രം മതി കേട്ടോ. എല്ലായിടും ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ നമുക്ക് ഇതിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇറങ്ങി വരത്തില്ല. അപ്പോൾ ഈ പയറൊക്കെ വേവിച്ചിട്ടിട്ടാൽ അല്ലെങ്കിൽ ഇതെല്ലാത്തിൻ്റെയും കൂടെ വെള്ളം ഇരുന്നിട്ട് ഒരുമാതിരി വെള്ളം പരുവത്തിലിരിക്കും. അപ്പോൾ നമ്മളിത് പിഴിഞ്ഞ് എടുത്തിട്ട് കുറച്ച് നേരം വെള്ളം പോകാനായിട്ടൊക്കെ വെച്ചിരുന്നാൽ നല്ല അടിപൊളി തോരൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ തോരൻ എന്തായെന്ന് നോക്കാം. അപ്പം നമ്മുടെ തോരൻ അടിപൊളിയായിട്ടുണ്ട്. അല്ല, അപ്പോൾ ഒരു തുള്ളി വെള്ളമില്ലാതെ നമ്മുടെ തോരൻ കണ്ടില്ലേ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചേമ്പൻ താള് വെച്ചിട്ട് തീയലും റെഡി ആയിട്ടുണ്ട്, തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തീയലും നല്ല തൊട്ട് അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി തീയൽ കണ്ടോ, നല്ല സൂപ്പർ തീയലാണ്. അപ്പോൾ എല്ലാവരും ഈ 2 കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പം നിങ്ങൾക്ക് ഈ ചേമ്പ് കൊണ്ടുള്ളതായ ഈ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈൽ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.